യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പൊന്നാനിപ്പുറയുടെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും കൊച്ചി അവിടെ എന്താ പറയുക പ്രാവുകളുടെ അധോലോക താഴ്വര എന്നൊക്കെ പറയുന്ന ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടതാണ്. അതേപോലത്തെ ഒരു ഗമണ്ടൻ ലോഫ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ചെമ്പൻ ബ്രദേഴ്സ്. ഓക്കെ, ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലോഫ്റ്റ് വിസിറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ട്രോഫി, അവരടിച്ചിട്ടുള്ള പ്രാവുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നമ്മളെ വീഡിയോയിലൂടെ ഒന്ന് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലിലൂടെ അവരെ ലോഫ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് തന്നെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലോഫ്റ്റിലെ ആശനായിട്ടുള്ള നമ്മുടെ എന്താണ് നിഷാദിക്ക സമ്മതിച്ച് തന്നെ കേട്ടോ. അപ്പോൾ നിഷാദിക്കാനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിഷാദിക്കാനെ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നിഷാദിക്കയുടെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഒന്ന് നമ്മളെ കസിനും കൂടെയാണ് കേട്ടോ അപ്പോൾ മുന്നേ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ലോഫ്റ്റ് വിസിറ്റ് അവരൊന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവരുടെ പ്രാവുകളെയും അതേപോലെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് കാണിക്കുക. നിങ്ങൾ അതായത് കുറേ കാലമല്ല നിങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ലോഫ്റ്റ് വിസിറ്റ് അപ്ഡേഷൻ കൊണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നപ്പോൾ ഒരു ലോഫ്റ്റ് വിസിറ്റ് കേട്ടോ. ഓക്കെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൊക്കെ നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പാട് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെമ്പൻ ബ്രദേഴ്സ്. ഓക്കെ, ചെമ്പൻ ബ്രദേഴ്സ്. ഇതാണ് ചെമ്പൻ ബ്രദേഴ്സിൻ്റെ സാമ്രാജ്യം കേട്ടോ. ഫസ്റ്റ് വന്ന പടങ്ങളിൽ കാണാം പുറത്തായിട്ടൊരു 4 സെറ്റ് ഹവായിക്കൂട്, പിന്നെ ഹലോജൻ ലൈറ്റ്. ഇവിടെ വലിയൊരു ഹലോജൻ ഇരിക്കുന്നുണ്ട്, 2 കിളികൾ. അപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ ബേഡുകളാണ് കേട്ടോ. ഇത് ഒരു കൂട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത മെയിൻ സെറ്റ് എന്ന് പറയുന്നത് മെയിൻ കൂട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം വലിയ ഇതാ ഇവിടെ തോന്നുന്നു ഫുഡ് കൊടുക്കുന്നതായിട്ട്. ഇതിന് പിന്നെ പുറത്ത് ഇവിടെ ഉണ്ട് അതേപോലെ നമുക്കൊരു എന്താ പറയുക ഹവായിക്കൂട് കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെമ്പൻ ബ്രദേഴ്സ് എന്നുള്ളത് തന്നെ ഫസ്റ്റിൽ തന്നെ ഉണ്ട്. നേരെ കയറി കഴിഞ്ഞാൽ അവരുടെ ലെഫ്റ്റോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ 2-3 ടൈപ്പ് ഓഫ് കൂടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഫുള്ള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹായ്, അപ്പം ഇതാരായിരുന്നു ഫസ്റ്റ് ഇവനെ തന്നെ പരിചയപ്പെടുത്താം. നിഹാലാണ് ഇവിടത്തെ ലെഫ്റ്റിലുള്ള ആളാണ്. ഓക്കെ, പിന്നെ എൻ്റെ പേര് തരുന്നു റിസ്വാൻ അല്ലേ. ഓക്കെ, ഇത് ആസിഫ്, ഇത് പിന്നെ മുനീർ മുഹമ്മദ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനിയും ആൾക്കാർ വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ലോഫ്റ്റ്. നിഷാദിക്കാണ് ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത് അല്ലേ. മൂപ്പയുടെ ലോഫ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എത്ര 7 ആൾക്കാർ അല്ലേ. അല്ലേ, അതാണ് ഫസ്റ്റിൽ പ്രൈസൊക്കെ ഇതാണല്ലേ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത് ഇതല്ലേ. നാഷണൽ പറഞ്ഞത് ഇതിപ്പോൾ ലോഫ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? 5ാമത്തെ വർഷമാണ് ഇപ്പോൾ. നൈസ് നൈസ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസിലോട്ട് തന്നെ പോവാം. കൊച്ചിൻ പീജിയൻസ് പ്ലേയേഴ്സ് അസോസിയേഷൻ ഇതാണല്ലേ CPF എന്നിട്ടുള്ളത് അല്ലേ. ഇതല്ലേ നിഷാദിക്ക അല്ലേ. ഇത് കഴിഞ്ഞല്ലോ, അതായത് 2023 ഫസ്റ്റ് പ്രൈസ് അടിച്ചല്ലേ. അത് എത്രയാണ് പറഞ്ഞത് തന്നെ? 15 മണിക്കൂർ 5 മിനിറ്റ് അല്ലേ. ഓക്കെ ഓക്കെ, നൈസ്. ഇനിയും ട്രോഫികളൊക്കെ താഴത്തുണ്ടാവും അല്ലേ. ഇതും അല്ലേ. നാഷണൽ ടൂർണമെന്റ് 2023. ഇതാണ് എൽവിൻ സ്പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ. ഇത് പിന്നെ 2022 CDF എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. 13 മണിക്കൂറും 48 മിനിറ്റ് പറപ്പിച്ചത് 2022. ഇത് 21 പറപ്പിച്ചത് 13 മണിക്കൂറും 36 മിനിറ്റ് അല്ലേ. 13 മണിക്കൂർ 38 മിനിറ്റ്. ഓപ്പൺ ടൂർണമെന്റ് ആകാശപ്പറവ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ എനിക്ക് 1 by 1 ആയിട്ട് നമുക്ക് ബേഡുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ.
ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതാണ് ലെഫ്റ്റ്. നമ്മളെ ലെഫ്റ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അത് വേറെ. എന്തായാലും മാഷാ അല്ലാ നല്ല ക്ലീനിങ് ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബേഡുകളുടെ ക്വാളിറ്റി, അതായത് ഒരു വൃത്തിയൊക്കെ അത്രയ്ക്കും നല്ല പക്കായിരിക്കും. അവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണല്ലേ അവരുടെ ഈ പ്രാവശ്യം പറപ്പിച്ചിട്ടുള്ളതാ? ഇല്ല കുഞ്ഞന്മാരാണ്. കുഞ്ഞന്മാരാണല്ലേ അവരെ? ഓക്കെ നൈസ്. ചാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജ ഇതിനാണ് അല്ലേ? അതല്ലേ ചാരാന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെ ഒരേ ലൈനേജ്, നിങ്ങളുടെ ഓൺ ലൈനേജ് ആണ് അല്ലേ അത്? നിങ്ങളുടെ ഐഡന്റിറ്റി കിട്ടിയത് ഈ ഒരു ചെമ്പൻ പ്രാവനെയാണല്ലേ. ഇപ്പോൾ ടൂർണമെന്റ് നടക്കുന്ന ടൈമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ടൂർണമെന്റ് ഇപ്പൊ നമ്മള് വിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ചൊവ്വാഴ്ച വിട്ടിട്ടുണ്ടായിരുന്നു തന്നെ. കയറി വന്നില്ല. പിന്നെ ഇപ്പൊ ഇനി വരാനുള്ള ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രെയിനിങ് ആണ് ഇപ്പൊ നടന്നു കൊടുക്കുന്നത് അല്ലേ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതിന്റെ ട്രെയിനിങ് ആണ് ഇപ്പൊ നടന്നു കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ വിട്ട 3 അല്ലേ? ഓക്കെ ഓക്കെ നൈസ് നൈസ്. 8 മണിക്കൂർ 32 മിനിറ്റ് തന്നെ വേറെ ഇതാണ്. 5 സ്ഥാനം ഉണ്ട് അല്ലേ? നൈസ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലക്ക് പോലെ ഇരിക്കും. അതായത് ചിലപ്പോൾ 20 മണിക്കൂർ പറഞ്ഞ പ്രാവായിരിക്കും. ടൂർണമെന്റ് അന്ന് ചിലപ്പോൾ പറക്കണമെന്ന് നിർബന്ധമില്ല. അതിനെന്തേലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഇത് കൂടെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ നമുക്ക് മെയിനായിട്ട് പ്രാവിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ വീണ്ടും പറപ്പിക്കുന്നതായിരിക്കും. മാറി മാറി നിക്കണം. അതന്നെ അതെനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ. അത് ഇവിടുത്തെ വൃത്തി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ടീമുകളാന്നുള്ളത്. ഇടയ്ക്കൊന്ന് വന്ന് കേറിയിട്ട് വരും അല്ലേ? പിന്നെ ഇപ്പൊ നിങ്ങളുണ്ടല്ലോ അത് മതിയല്ലേ ലെഫ്റ്റ്. തന്നെ ഇതേപോലെ മാറി മാറി ആൾക്കാർ ഷിഫ്റ്റിംഗ് ആയിട്ട് നിൽക്കും അല്ലേ? ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന. കറക്റ്റ് അതെ കറക്റ്റ്. അപ്പൊ അതിന്റെ അപ്പുറത്തൊരു കൂട് കൂടെ കാണുന്നുണ്ട്. അതെന്താണ്, ബ്രീഡിങ്ങിന്റെ ആണോ അതോ? ഫുള്ള് ഫീമെയിൽസ് ആണല്ലേ? ഇനിയിപ്പോ അതിൽ കാണിക്കാൻ ടൂർണമെന്റ് വിടുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഏത് കമ്മിറ്റി ഒക്കെയാണ് നമ്മളിപ്പോ ടൂർണമെന്റ് വിട്ടുകൊണ്ടിരിക്കുന്നത്? CPF എന്ന് പറയുമ്പോ കൊച്ചി PGM പ്ലേയേഴ്സ് അസോസിയേഷൻ. ഇവിടുത്തെ പഴയ കമ്മിറ്റിയാണ്. അതിലാണ് ഇപ്പൊ നിഷാഖാന്റെ പേരിലായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം കൊടുത്തേക്കണ നിഷാദ് ചെമ്പൻ ബ്രദേഴ്സ് എന്നും പറഞ്ഞു. ചെമ്പൻ ബ്രദേഴ്സിന്റെ പേര് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്പൺ ടൂർണമെന്റ് ഉണ്ട്. CDF എന്ന് പറയുമ്പോ ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്. വേറെ ടൂർണമെന്റ് ആണ് അല്ലേ? പിന്നെ നാഷണൽ ഉണ്ട്. അതിലാണ് പുള്ളിനെ പറഞ്ഞത്. മനസ്സിലായി. യെസ് മൂപ്പരെ പേരിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ? പറപ്പിക്കുന്നത് ഇവിടെ പറപ്പിക്കുന്നത് മൂപ്പരെ പേരിൽ അല്ലേ? അതിന്റെ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ഈ പ്രാവശ്യം OPF എന്ന് പറഞ്ഞ ഒരു ടൂർണമെന്റ് തന്നെ. OPF ഓപ്പൺ ടൂർണമെന്റ്. ഓൾ കേരളയിലല്ലേ? അതിപ്പോ എത്ര മണിപ്പറവാണ്? അൺലിമിറ്റഡ് ആണ്. ഓക്കെ അൺലിമിറ്റഡ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞത് ഫുൾ അൺലിമിറ്റഡ് ആണ്. 13 ഒക്കെ കൂടുതൽ നമ്മളവിടെ ഏരിയയിൽ ഫുള്ള് 13 പറവാണ്. അതായത് മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ. ഇവിടെ ഫുള്ള് അൺലിമിറ്റഡ് ആണ് അല്ലേ? 13. പക്ഷെ അത് ഓവറായി പോകും. അത് നമ്മൾ ഓരോ ഏരിയക്ക് അനുസരിച്ചിരിക്കും അല്ലേ? ഇവിടെ ഫുൾ അൺലിമിറ്റഡ് തന്നെയാണ്. ഈ 2020 എന്ന് പറയുമ്പോഴും അത് എത്രയാണ്, എങ്ങനെയാണ് വരുന്നത് അതിന്റെ കണക്ക്? രാത്രി 12 മണി വരെ അല്ലേ? വെട്ടിടാൻ പറ്റും. അങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. അതായത് ലൈറ്റ് ഇട്ടിട്ട് ഇടാം, പ്രശ്നമില്ല. അത് പിന്നെ നമുക്ക് കാണിക്കാം. വെട്ട് കാണിച്ചിറക്കാം. പ്രശ്നമില്ല. എന്നാലും വെട്ടിട്ട് കാണിച്ച് വെട്ട് പറയാന്ന് വെച്ചാൽ ആ സമയം മുതലായിരിക്കും പിന്നെ റെക്കോർഡ് ഉണ്ടാവുക.
അതായത് നമ്മളിപ്പം ഒരു 11 മണിക്ക് ശേഷം നമ്മൾ പറയണം ഇത് ഞങ്ങൾ ഇറക്കാൻ പോകട്ടെ എന്നുള്ളത് പറയാം. ഇനിയിപ്പോൾ നമ്മൾ 12:58 അങ്ങനെ 11:58 പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ് ഇറങ്ങണം. 3 മിനിറ്റിന്റെ ഉള്ളിൽ പ്രാവ് ഇറങ്ങണം അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? മതി. അപ്പോൾ നമ്മൾ ആ വിട്ട് പറഞ്ഞിട്ട് സമയത്ത് കറക്റ്റായിട്ട് പ്രാവ് ഓവറാവും. ഓക്കെ. അപ്പോൾ അതൊരു നമ്മൾ ആദ്യമായിട്ടുള്ള റൂൾസാണ്, എനിക്കത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ പുതിയതായിട്ട് അറിയുന്നവർക്കും കൂടെ ഒരു പുതിയ പറപ്പിക്കുന്ന ബേഡുകൾക്ക് മെയിനായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഗോതമ്പാണോ നിങ്ങൾ കൊടുക്കുന്നത്, അതല്ല വേറെ വല്ല? വജ്രം എന്ന് പറയുമ്പോ കമ്പം 5 മണിക്കൂറോളം രാവിലെ ഒപ്പിക്കും പ്രാവിനെ. എന്നിട്ട് നമ്മ വൈകുന്നേരത്തോട് പ്രാവിനെ രാവിലെ വെയിലുണ്ടായ വെയിലത്ത് 5 മണിക്കൂർ ഒട്ടിച്ചിട്ട് പ്രാവിനെ വൈകുന്നേരം മുതൽ കയറ്റുള്ളൂ അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ രാവിലെയാണോ ട്രെയിൻ ചെയ്യുന്നത്? രാവിലെ കുഞ്ഞന്മാരെ ചുറ്റിച്ചിറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിലേക്ക് ഇരുത്തി പഠിക്കും. പഴയ പ്രാവണ ആണെങ്കിലും പോലും നമ്മ രാവിലെ ട്രെയിൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഇളക്കി തട്ടിലിട്ടിട്ട് നമ്മ വൈകുന്നേരം തുടങ്ങുള്ളൂ. ഫുഡ് കൊടുക്കാൻ വെച്ചാൽ അത്രയും രാഗി ബാജറ ഇതൊക്കെ തെറ്റിക്കോളൂ. പിന്നെ എന്തെല്ലാം അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ആയി തുടങ്ങുമ്പോ ബദാം, കടല, അങ്ങനത്തെ അതേപോലെ ബദാമൊക്കെ നുറുക്കിയിട്ട് നിങ്ങൾ തന്നെ ഓൺ ഫീഡ് ചെയ്യുന്ന അതോ അവരെ കൊണ്ട് കുത്തിച്ചെടുക്കും? നമ്മൾ തന്നെ ഞങ്ങളെ ഫീഡ് ചെയ്യും. അപ്പോൾ വെള്ളമാണെങ്കിൽ തന്നെ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുള്ളൂ. ഞാൻ കെറ്റിൽ കണ്ടപ്പോൾ ഒക്കെ തോന്നിയിരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നൈസ്. മെയിൻ ബ്രീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി വേറെ സെക്ഷനിലാണ് ഉള്ളത് അല്ലേ? ഓക്കെ, അത് നമുക്ക് പറ്റുമെങ്കിൽ കാണിക്കാം. ഇപ്പം നമുക്കിപ്പോൾ പറന്നിറങ്ങിയിട്ടുള്ള കുറച്ച് പ്രാവുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടെ അതിലൊന്ന് 2-3 എണ്ണത്തിനെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ഇതാവും കേട്ടോ. നിങ്ങളുടെ ആ മെയിൻ ബ്രീഡായിട്ടുള്ള ബേഡ് ഏതാണെന്ന് വെച്ചാൽ 2-3 എണ്ണത്തിനെ കാണിച്ചാൽ മതി. എല്ലാത്തിനെയും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും ടൈം ഓവറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് മെയിനായിട്ടുള്ള 2-3 പ്രാവുകളെ കാണിക്കാന്നുണ്ടെങ്കിൽ പ്രൈസ് അടിച്ചിട്ടുള്ളൂ. പറഞ്ഞ പ്രാവാണ് അല്ലേ? അതിന് അടിപൊളി എന്നല്ല പറയുന്നത് അല്ലേ? ഇതിനെന്തെങ്കിലും ചൊക്കുള്ളി. ഓക്കെ. മെയിലാണ്. ഏതാണ്ട് 2 വയസ്സ് 3 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, നൈസ്. ബ്രീഡിങ്ങിനാക്കാൻ വേണ്ടിയിട്ടാണോ വെച്ചിട്ടുള്ളത്? ഓക്കെ, അടുത്ത ബേർഡ് കാണിച്ചിട്ടോ. വേറെ ലെഫ്റ്റിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. വാൽക്കറപ്പ് ബ്രീഡ് തന്നെയാണോ മെയിൻ? അല്ലാണ്ട് മറ്റേ ചെമ്പൻ തന്നെയാണ് അല്ലേ ആ പേര്? മെയിൻ ബ്രീഡ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കൊണ്ടുവന്നിട്ടുള്ള ബേർഡ് കൂടെയാണ് അല്ലേ ഈ ചെമ്പൻ വർഗം എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഈ ചെമ്പൻ ബ്രദേഴ്സ് എന്നുള്ള പേര് വന്നത് അല്ലേ? മാഷാഅല്ലാ. ഓൾറെഡി പറഞ്ഞ പ്രാവാണ് അല്ലേ? പക്ഷെ അതായത് നമുക്ക് റെക്കോർഡിക്കലി ആയിട്ടില്ല അല്ലേ? ഓവറായി പോയി. കറക്റ്റ്. ഇനിയിപ്പോ അടുത്ത അതിന്റെ കുഞ്ഞന്മാരാണ് ഇപ്പൊ നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളത്. കറക്റ്റ്. ഇതേപോലെ ആ ബേർഡ് പറന്നിട്ട് ഒരെണ്ണം പോയതാണ് അല്ലേ? നമ്മൾ പ്രൈസ് ഫസ്റ്റ് അടിച്ചു തന്ന ബേർഡ് വീട്ടിന് പോയി കളഞ്ഞ കാറട്ടിപ്പോയി അല്ലേ? പിന്നീട് തിരിച്ചെത്തിയില്ല. ന്യൂസിലാൻഡിലുള്ള അല്ലേ? അതാണ് ആ ബ്ലൂ കളർ പറഞ്ഞാള്. മൂപ്പരാണ് ട്രെയിനിങ് ചെയ്ത് പറഞ്ഞാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. എന്തായിരുന്നു പേരെന്തായിരുന്നു? എൽവിസ് പീറ്റർ അല്ലേ? കൊണ്ടുനടക്കുന്ന അല്ലേ? ഒരു ബെസ്റ്റ് ഗൈഡിയാണ്. അപ്പൊ അതായത് നമ്മൾ എങ്ങനെ പ്രാവിനെ നോക്കുന്നത്, എങ്ങനെയാണ് ഫുഡ് ഫീഡിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ മൂപ്പരാണ് സെക്ഷനാണ്. അത് മൂപ്പര് പറഞ്ഞു തരുന്ന പോലെയാണ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതൊരു പാർട്ട്ണർ കൂടെ ഒന്ന് പറയാം.
സൈലന്റ് പാർട്ട്ണറാണ് ഇതൊക്കെ അല്ലേ. ഇപ്പൊ അവരോട് ലെഫ്റ്റ് ഇല്ലേ? ബ്രീഡിങ് ഉണ്ട് അല്ലേ? കുറച്ച് ബ്രീഡിങ് പേര് അവിടെ കിടക്കണ്ട്. ഫാമിലി ആയിട്ട് അവിടെയാണ് അല്ലേ? അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഇതില് കുറച്ച് ഇത് എഗ്ഗ് മാറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചാണോ അതോ പുറത്ത് ജസ്റ്റ് വെട്ട് കാട്ടാൻ വേണ്ടിയിട്ടാണ്? വെട്ട് കാട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള കുറച്ച് ഫാൻസി ബേർഡാണ് അല്ലേ? ഒരു കുഞ്ഞപ്പനുണ്ട് കേട്ടോ. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഇതിപ്പോൾ ഇന്ന് എത്ര 12 മണിയാണോ കൊടുക്കുന്നത് അല്ലേ? 11 മണി. യെസ്. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 3 വിടുന്ന കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നു തന്നെ. ഇപ്പോൾ പ്രാവ് ഇപ്പോൾ പറക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് പറക്കുന്നത്. ഇപ്പം നമ്മൾ വിട്ട പ്രാവുകൾ കേട്ടോ. അപ്പോൾ നമ്മളതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കെങ്ങനെ? അതുകൊണ്ടാണ് ഈ കളർ അടിക്കുന്നതൊക്കെ അല്ലേ? പിന്നെ കണ്ണാട വെച്ച് കഴിഞ്ഞാൽ ഒന്നുപാടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് ശരിയാണ്. കണ്ണാട ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്. അതുകൊണ്ടും കൂടെ തോന്നുന്നില്ലേ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, കളർ അടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മളെ വീട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഫുള്ള് കളർ അടിച്ച് വെച്ചേക്കുന്നതാണ്. നിങ്ങൾ കളർ അടിച്ചിട്ടുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് തന്നെയാണ് കളർ അടിച്ചിട്ടുള്ളത്. ഓരോ കൂട്ടിലും ഒരേ കളർ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഡബിൾ കളർ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഈ ടൂർണമെന്റ് വിടുന്ന സമയത്ത് ഈ സെയിം കളറുള്ള വേറെ ആൾക്കാർ വിടണമെന്ന് ഉണ്ടാവും. മനസ്സിലാവും. അപ്പൊ നമ്മളെ പ്രാവാന്നുള്ള പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അല്ലാത്ത പക്ഷെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ കണ്ടില്ല 12 പ്രാവ് പറന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളെ പ്രാവ് ഏതാന്നുള്ളത് കറക്റ്റായിട്ട് അമ്പയറിന് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? ഇത് വേറെ കളർ അടിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ നൈസ്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഫുള്ള് അട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബേഡാന്ന് എനിക്ക് ഏതായാലും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലാവും അത് ഏത് പ്രാവാണ് പറക്കുന്നതെന്നൊക്കെ. ഏത് പറവാന്ന് മനസ്സിലായി. അപ്പം തന്നെ നമ്മളത് ഇവിടെ തന്നെ നിൽക്കാൻ പാടില്ലല്ലോ. നമ്മൾ പ്രായം വിട്ട് കഴിഞ്ഞാൽ ടൂർണമെൻറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ കണ്ടല്ലോ, ഇതൊക്കെയാണ് കൊച്ചിയിലെ ചെമ്പൻ ബ്രദേഴ്സ് ടീമിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എന്നൊക്കെയാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പാറയുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഇതേപോലെ അവർക്ക് ബമ്പം പ്രൈസുകൾ ലഭിക്കട്ടെ എന്നുള്ളൊരു വിഷ് ഓൾ ദ ബെസ്റ്റ് ചെമ്പൻ ബ്രദേഴ്സ് ടീം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. ടാറ്റ പറഞ്ഞേ, ബൈ പറഞ്ഞേ. ഓക്കെ, ബൈ.